നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മിന്നുന്ന പ്രകടനം തുടരുകയാണ് വിനി ജൂനിയർ. അദ്ദേഹം ഇന്നലെ ഗോളടിച്ചു. അങ്ങനെ 18 UCL ഗോളുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹവും റോഡ്രിഗോയും ഇപ്പോൾ 18 ഗോളുകളുമായിട്ട് റയൽ മാഡ്രിഡിൻ്റെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരങ്ങളുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ 105 ഗോളുകളാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയലിനായിട്ട് നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആകെ ഗോൾ 140 മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിനായിട്ട് 105 ഗോളുകൾ. കരീം ബെൻസീമ റയലിനായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 78 ഗോളുകൾ. റൗൾ ഗോൺസാലസ് 66 ഗോളുകൾ. റോഡ്രിഗോയും വിനിയും തൊട്ടുപുറകിൽ 18 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. ഓൾ ടൈം റയൽ മാഡ്രിഡിൻ്റെ കണക്കല്ല, ഓൾ ടൈം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മൊത്തത്തിൽ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താൽ അവരിപ്പോൾ ഏതായാലും 18 ഗോളുകളുമായിട്ട് 100ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. റിബറിക്ക് 18 ഗോളുകളുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ റോഡ്രിഗോയും വിനിയും 18 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. തൊട്ട് മുമ്പിൽ ഇനിയും മഹാരഥന്മാർ അവർക്ക് വീഴ്ത്താനുണ്ട്. തൊട്ട് മുമ്പിലുള്ളത് കാർപ്പാത്തിയൻ മറഡോണ എന്ന് വിളിക്കാറുള്ള ജോർഗെ ഹാഗിയുണ്ട്. പിന്നെ ബ്രസീലിയൻ താരം വില്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഔബമയാങ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരമായിരുന്ന കോലുണ്ട്. ക്രൈഫ് ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ, വാൻ ബസ്റ്റൻ ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ 19 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. ആ മഹാരഥന്മാരെയൊക്കെ ഒറ്റ ഗോൾ കൂടി അടിച്ചാൽ ഒറ്റയടിക്ക് മറികടന്ന് അവർക്ക് 87ാം സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബെയില്, ലൂയിസ് എൻട്രിക്കെ, ഹൾക്ക്, റിയാദ് മെഹ്റസ്, സോൾഷെയർ, അതുപോലെ ബ്രസീലിയൻ ഇതിഹാസമായിരുന്ന റൊമാരിയോ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ 20 ഗോളുകളുമായിട്ട് അധികമൊന്നും ഉയരത്തിലല്ലാതെ തന്നെ അവരുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പം തീർച്ചയായിട്ടും ചെറിയ പ്രായമാണ് രണ്ടുപേർക്കും. ഗോളടിച്ചു കൂട്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോളടിയുടെ കണക്കിൽ അവർക്ക് ക്ലെയിം ചെയ്ത് ഒരുപാട് മുകളിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. ഇനി ബ്രസീലിയൻ താരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം UCL ഗോളുകൾ നേടിയിട്ടുള്ളത് നെയ്മർ ജൂനിയർ ആണ്. നെയ്മറുടെ പേരിൽ 43 ഗോളുകളാണുള്ളത്. നെയ്മർ ജൂനിയറെ മറികടക്കണമെങ്കിൽ ഇനിയും അവർക്ക് കൂടുതൽ കാലം വേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ UCLൻ്റെ ഓൾ ടൈം റെക്കോർഡൊക്കെ ഒരുപാട് മുകളിലാണ്. 141 ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. മെസ്സി 129 ഗോളുകളുമായിട്ട് 2ാമത് നിൽക്കുന്നു. ലെവൻഡോസ്കി 93 ഗോളുകളുമായിട്ട് 3ാമത് നിൽക്കുന്നു. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്, ഏത് രൂപത്തിലേക്ക് അവർ ഈ റെക്കോർഡ് ബുക്കിൽ മുന്നോട്ട് കയറി പോകുമെന്ന്. ഇപ്പോൾ എന്തായാലും അവർ മികച്ച ഫോമിൽ തന്നെ മുന്നോട്ട് പോകുന്നു. വിനി ഇന്നലെയും ഗോളടിച്ചു. റോഡ്രിഗോയ്ക്ക് 18 UCL ഗോളുകളുണ്ട്. വിനിക്കും 18 UCL ഗോളുകളായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.